അപ്പോൾ ഗെയ്സ് റമദാൻ മാസമൊക്കെ ആയാലും നോമ്പാവാനായില്ലേ. അപ്പോൾ തുണികളൊക്കെ അലങ്കോലായി കിടക്കുക കേട്ടോ. ഒന്നാമത് ഒതുക്കി വെക്കാൻ നേരമല്ല, പിന്നെ ഇതിന് വിൻഡോസും കാര്യങ്ങളും ഇല്ല. അപ്പോൾ നോമ്പ് മണി എടുക്കാമെന്ന് കരുതി ആദ്യം ആ ഡ്രസ്സുകളൊക്കെ വലിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും മടക്കി ലെവലാക്കി അതൊക്കെ വലിച്ചതുകൊണ്ടാട്ടോ ആകെ വൃത്തിയായി കിടക്കുന്നത്. പിന്നെ ഇതൊന്ന് ഒതുക്കാൻ വേണ്ടി ഞാൻ ഉള്ളിൽ നിന്നൊക്കെ ഓരോന്ന് വലിച്ചെടുത്തതാണിത്. കുറേ ഡ്രസ്സുകളുണ്ട്, ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളവർ എല്ലാവരും പറയില്ലേ എന്നാൽ ഇടാൻ ഡ്രസ്സുണ്ടോ, ഡ്രസ്സില്ല, എന്നാൽ വെക്കാനായിട്ട് സ്ഥലമുണ്ടോ, അതും ഇല്ലാത്ത അവസ്ഥയാണ്. ഇഷ്ടംപോലെ ഡ്രസ്സുകളാണ്, പഴയതും കീറിയതും ഉപയോഗിക്കാത്തതൊക്കെ ആയിട്ടില്ല കുറേ. അപ്പോൾ അത് കൊടുക്കാൻ പറ്റിയ ഡ്രസ്സൊന്നുമില്ല, ഒക്കെ പഴയ അങ്ങ് കേട് നിൽക്കണം. അപ്പോൾ ഇന്നത്തെ പരിപാടി ഗേസ് ഡ്രസ്സുകളൊക്കെ അടുക്കി പൊറുക്കി വെക്കണം. നോമ്പാണ്, ആകെ സൺഡേ കിട്ടണതല്ലേ. അപ്പോൾ ഇന്നത്തെ പരിപാടിയാണ്. ഒക്കെ വലിച്ചിട്ടിരിക്കണം, തുണികളൊക്കെ നിലത്ത് കൂടിയും ബെഡിലൊക്കെ വലിച്ചിട്ടിരിക്കണം കേട്ടോ, ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം മുകളിൽ പോയി തട്ടിക്കൊട്ടാനും കുറേ പരിപാടികളുണ്ടെന്ന്. അതിനെടുക്കുക ഗേസ് നമ്മളതിനിടയിൽ ബോട്ടി കൊണ്ടുവന്നു. ബോട്ടിയും കപ്പയും കൂടിയാണ് രാവിലത്തെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ, സൺഡേ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അതിൻ്റെ അടുക്കുക അതിൻ്റെ പണി. നമ്മളെ ബോട്ടി നല്ല വരണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബോട്ടി ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്, കുറച്ചേ ഉള്ളൂ. ഇപ്പം പോയപ്പോഴേക്ക് കഴിഞ്ഞിട്ടുണ്ട് കാരണം സൺഡേ ആയതുകൊണ്ട്. ഒന്നും കൂടി വെള്ളം വറ്റിയിട്ട് വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ച് ഇപ്പോൾ എടുക്കുക. അപ്പോൾ നമ്മളെ കപ്പ പുഴുങ്ങിയോടെ വെച്ചിട്ടുണ്ട്. അപ്പം നല്ല പൊടിയില്ല കപ്പ കേട്ടോ. അതിപ്പോൾ തന്നെ കഴിച്ച് ഒരു വൈക്കായി എല്ലാവരും. അപ്പോൾ ബോട്ടി ആകാനൊന്നും കാത്തുകളില്ല. ഇവിടെ വിശന്നിക്കണം എല്ലാവരും. പാപ്പൂസും സോനുസൊക്കെ മദർസ വിട്ട് വന്ന്. അപ്പോൾ കേസ് കണ്ടോ, അപ്പോൾ ഇതൊന്നും കൂടി ഒന്നും കൂടി അപ്പോൾ കായം വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ പറ്റ ഡ്രൈ ആക്കണ്ടെന്ന് കരുതി. പറ്റ ഡ്രൈ ആയാൽ പിന്നെ കപ്പയ്ക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ ജ്യേഷ്ഠൻ്റെ വൈഫ് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അവരെ കൊണ്ടുവരാൻ പോകണം, പ്രസവിച്ചിട്ട് അവരെ കൊണ്ടുവരാൻ പോകണം നിശ്ചയമായിട്ട്. അങ്ങനെ വാവ് ഡ്രൈ ആയി പോരെ, പറ്റ ഡ്രൈ ആവണ്ടല്ലോ. കുറച്ച് കായല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. പറ്റ ഡ്രൈ ആയാൽ അതിക്ക് കപ്പയൊക്കെ രസം ഉണ്ടാവില്ല. ചുമ്മാ ഉറങ്ങുക കടന്നോട്ടെ. അപ്പോൾ കപ്പ അതിക്ക് ബോട്ടി. വാവ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? കണ്ടോ? അപ്പോൾ കപ്പയും ബോട്ടിയും ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കൂട്ടുക. അപ്പം നമ്മളെ കപ്പയും ബോട്ടിയും റെഡി. ഇക്കൻ്റെ കയ്യിന് മുറി പറ്റിയിട്ടുണ്ട്. രണ്ട് പേരല്ലോ ഉണ്ടാ അങ്ങോട്ടെ മുറി നോക്കട്ടെ. മുറി എന്തായി? രണ്ട് കൈമലും മുറിയാ. സീറ്റ് തട്ടിയതാണ് കേട്ടോ ഓഫീസത്തെ. ഉണ്ടോ? അടിപൊളി. അപ്പോൾ ഗൈസ് ഫൈനലി നമ്മളെ എല്ലാം ഒതുങ്ങി കഴിഞ്ഞിട്ടോ. കുറേ ഉണ്ട്, കുറേ കളയാനും എടുക്കാനും. അപ്പോൾ ഒതുക്കി വെച്ചു. സൺഡേ ഒരു ദിവസം ലീവില്ലതാ ഗൈസ്. ഇതാണ് സംഭവം. അപ്പോൾ നിങ്ങളെ പുതിയ മെമ്പറെ കൊണ്ടുവരാൻ പോവാട്ടോ ഞാൻ. അപ്പോൾ 2 ദിവസമായി ഫ്രൈഡേ ആണ് പ്രസവിച്ചത്. അപ്പോൾ ഇന്ന് അവരെ ഡിസ്ചാർജ് ആയിട്ടുണ്ട്. അപ്പോൾ അവരെ കൂട്ടാൻ വേണ്ടിയിട്ട് പോവാണ്, അവരെ എടുത്ത് കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ കുടുംബത്തേക്ക് ഒരാളും കൂടി വന്ന് അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നല്ലോ.